പിന്നെ ജനം ടിവിയുടെ അവതാരകനെ ചോദിക്കത്തുള്ളൂ, വേറെ ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. അത് വേറെ അജണ്ടയുണ്ട്. ഞാൻ വേറെ ഒരുത്തരും ചോദിച്ചില്ലല്ലോ. ഇവിടെ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ. ഇന്ന് ഉത്തരേന്ത്യൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുമല്ലോ. ഒരു ജനം ടിവിയെ ഉള്ളൂ ഇതൊക്കെ ചോദിക്കണം. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഉച്ച മുതൽ ഞാൻ ജനം ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് മനോരമ ചാനലാണെന്ന്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകൻ ശ്രീ അനിൽ നമ്പ്യാർജി അടക്കം മറ്റേ കരോൾ വസ്ത്രങ്ങളൊക്കെ, സാന്താക്ലോസിന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞ് എത്ര ആകർഷണീയമായ, എത്ര ഉന്മേഷം ഉണ്ടാക്കുന്ന സന്തോഷകരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അപദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു. ഞാൻ വിചാരിച്ചു മനോരമയാണ്. പക്ഷെ ജനം ടി വി ഇങ്ങനെ മാറിയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അല്ലല്ല, തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ ഈ രീതിയിലേക്ക് വന്നത് കേരളമായതുകൊണ്ടും കേരളത്തിൽ ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾ ഉള്ളത് കൊണ്ടും. അല്ല, പ്രധാനമന്ത്രിക്ക് ചർച്ചിൽ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും താങ്കൾ കാണുന്നില്ലേ? ക്രൈസ്തവ സമൂഹം ആ സ്വീകാര്യത ഇന്ന് ബറേലിയിലും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും. അല്ല, ആലപ്പുഴയില് നമ്മുടെ ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ താങ്കൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ ഒന്ന് രണ്ട് അമ്മമാർ, സ്ത്രീകൾ പ്രതികരിക്കുന്ന കണ്ടിരുന്നു. അവരൊരു സംഘടനയുടെ പേര് പറഞ്ഞായിരുന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ആ വന്നത് മുഴുവൻ പച്ചയായ ഡിവൈഎഫ്ഐക്കാരാണെന്നാണ് പറഞ്ഞത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണേ. പറഞ്ഞോളൂ. നിങ്ങളുടെ ആ ബൈറ്റ് ഞാൻ കണ്ടു. ആ അമ്മമാര് കൃത്യമായിട്ട് പറയുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായ പ്രായം ചെന്ന ഒരു അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴവിടെ ജനം ടിവിയുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അങ്ങനെ പറയുന്നില്ല. അല്ലല്ല, അത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെന്ന് പറയുന്നില്ല. ഇല്ലില്ല. പിന്നെ ജനം ടിവിയുടെ അവതാരകനെ ചോദിക്കത്തുള്ളൂ, വേറെ ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. അത് വേറെ അജണ്ടയുണ്ട്. ഞങ്ങൾ ആൾക്കാരെ അത് ചോദിക്കാൻ ചെല്ലത്തുള്ളൂ. ജനം ടിവിയുടെ താല്പര്യം അതാണ്. ഡിവൈഎഫ്ഐക്കാരാണോ? അപ്പോൾ അല്ല, ഒരു കരോൾ സംഘത്തെ ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ മർദ്ദിച്ചിട്ട് ഇവിടെ വേറൊരു മാധ്യമ പ്രവർത്തകനെ ചെന്ന് ചോദിച്ചില്ലല്ലോ. അതല്ലേ ജലീൽ സാർ എടുത്ത് പറയേണ്ടത്. വേറൊരുത്തരും ചോദിച്ചില്ലല്ലോ. ഇവിടെ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ. ഇന്ന് ഉത്തരേന്ത്യൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുമല്ലോ. ഒരു ജനം ടിവിയെ ഉള്ളൂ ഇതൊക്കെ ചോദിക്കണം. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്.